ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായ ടെൽ അവീവിന് ഇറാൻ തീയിട്ടു. നിലവിളിയും കൂട്ടക്കരച്ചിലുമായി ഇസ്രായേലിൽ പരസ്പരം ചെതറി ഓടുന്ന തരത്തിലുള്ള വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നുപോയെന്നും ഒരു തരത്തിലുമുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെന്റിന് ഇറാന്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് സാധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ആക്ഷേപം ഇസ്രായേലിന്റെ പത്രങ്ങളും മീഡിയകളും സർക്കാരിനെതിരെ പ്രതികരിച്ചുകൊണ്ട് എഴുതുകയും ചെയ്തു. നഗരം പുകപടലമായി, പരസ്പരം കാണാൻ പറ്റാത്ത വിധവും നഗരത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത തരത്തിലുള്ള അതിശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പരയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇറാൻ ആക്രമിച്ചത് ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകുമെന്നും ഇസ്രായേലിനെ നരകമാക്കി മാറ്റുമെന്നുള്ള പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനി പ്രസ്താവിച്ചത്. അതിന്റെ തുടർച്ചയായ രീതിയിൽ പ്രത്യേക മുന്നറിയിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായത്. സാധാരണഗതിയിൽ ഇസ്രായേലിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് ആലോചിച്ച് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം ആക്രമിക്കുന്നതിന് പകരമായി ഇപ്പോൾ നടന്നിരിക്കുന്ന തിരിച്ചടി എന്ന് പറഞ്ഞാൽ അപ്പപ്പം തന്നെ തിരിച്ചടിക്കുക എന്ന തരത്തിലാണ്. സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല, കാത്തിരിക്കേണ്ട കാര്യവുമില്ല. ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നതിനാൽ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു. തീർച്ചയായിട്ടും ശത്രുപക്ഷം ശിക്ഷ അറിയിക്കുന്നവർ തന്നെയാണ് എന്നുള്ള പരാമർശത്തോടു കൂടിയാണ് ആയത്തുള്ള അലി ഖംനായിയുടെ നിർദ്ദേശങ്ങൾ അവസാനിക്കുന്നത്. അതോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പര തന്നെ ഇറാൻ ആരംഭിക്കുകയും ചെയ്തു. പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ ആദ്യം ടെസ്റ്റ് ഡോസ് എന്ന നിലക്ക് റോക്കറ്റ് വിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. റോക്കറ്റ് വിക്ഷേപിച്ചതോടനുബന്ധിച്ച് പരമാവധി പ്രതിരോധ സംവിധാനങ്ങൾ അയൺ ഡോം പോലെയുള്ള ടാഡ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതുമായിട്ട് ഇങ്ങനെ കെട്ടിമറിഞ്ഞത് കൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നീട് ശക്തി കുറഞ്ഞ തരത്തിലുള്ള മിസൈലുകൾ അയച്ചു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഹൈപ്പർസോണിക് മിസൈൽ ഈ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണത്തിന് വേണ്ടി ഇറാൻ അയക്കുന്നു. അത് ടെൽ അവീവിന്റെ നഗരപ്രാന്ത പ്രദേശത്തിൽ വീഴുന്നു, പൊട്ടിച്ചെതറുന്നു, വലിയ രീതിയിലുള്ള നാശവും നഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ തന്നെ 3 പേരുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 100-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട് പറയുന്നത്. സാധാരണഗതിയിൽ എത്ര വലിയ യുദ്ധം നടന്നാലും ഒരു ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെടുന്ന റിപ്പോർട്ട് ഇസ്രായേലിന്റെ സർക്കാർ ഔദ്യോഗികപരമായിട്ട് പ്രഖ്യാപിക്കാറില്ല. ഇപ്പം എന്തോ 3 പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊഹിച്ചാൽ മതി എത്ര പേര് മരിച്ചിട്ടുണ്ടാവാം എന്നുള്ളത്. മാത്രമല്ല, ഈ മരണപ്പെട്ടത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന സമയത്ത് മാത്രമാണ് അതവിടെ സ്ഥിരീകരിക്കാറുള്ളത്. ഗസയുമായിട്ടുള്ള ഏതൊരു യുദ്ധം എടുത്തു നോക്കിയാലും ഇസ്രായേൽ സൈനികരുടെ മരണം അവർ അംഗീകരിക്കാറില്ല, റിപ്പോർട്ട് ചെയ്യാറില്ല. പിന്നെ വീഡിയോ സഹിതം ഇത്തരം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ശത്രുപക്ഷത്തിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയും അത് പ്രചരിക്കുകയും ചെയ്യുന്ന സമയത്താണ്. എന്നാൽ ഒരു 10 പേരൊക്കെ മരിക്കുന്ന സമയത്ത് ഒരു സൈനികൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ IDF-നും ഇസ്രായേലിനും ഉണ്ടാവാറുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ 3 പേരുടെ മരണം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 60 പേർക്ക് പരിക്കേറ്റു എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. പിന്നെ 100-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ എത്രത്തോളം ശക്തമാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. 150 മിസൈലുകളെങ്കിലും ഇടതടവില്ലാത്ത രീതിയിൽ പ്രവഹിച്ചുകൊണ്ട രീതിയിലാണ് ആക്രമണം നടത്തിയത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് തന്നെ പുറത്തു വരുന്നത്. ഇപ്പോൾ പുതിയൊരു ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നു. 2000-ഓളം മിസൈലുകൾ ഇസ്രായേലിനെ ഒരേ സമയത്ത് ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന തരത്തിൽ. അങ്ങനെ വരുന്ന സമയത്ത് ബാലിസ്റ്റിക് മിസൈലിന്റെ പെരുമയ ആ ദേശത്ത് അവർ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇതിന് നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ള ഒരു കമന്റ് കൂടി ഇറാന്റെ സൈനിക മേധാവി ഇസ്രായേലിയർക്ക് നൽകിയിരിക്കുന്നു. ഇപ്പം പറയുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ബങ്കറുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്തേക്കും നീങ്ങാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ ജനങ്ങൾ അനുഭവിക്കുന്നു. ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു വിഷയം ഒന്നുണ്ട്. രണ്ടാമത്തത്, ഇവിടേക്ക് ഭക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളതും ഭക്ഷണം കഴിച്ച് ബങ്കറിന്റെ അകത്ത് തന്നെ താമസിക്കുക എന്നുള്ളതും വലിയ പ്രയാസമായ ഒരു സാഹചര്യം വന്നപ്പോൾ മാനസികമായിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഇസ്രായേൽ ജനങ്ങൾ അനുഭവിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സുരക്ഷിതമല്ലെന്ന് ഏറെക്കുറെ ഇസ്രായേൽ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്ന തരത്തിൽ തലങ്ങും വിലങ്ങും അവർ രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒളിക്കുന്ന രീതിയിലുള്ള സ്ഥിതികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിശ്ചിതമായിരിക്കുന്ന ഒരു സമയപരിധിയൊന്നും ഇല്ലാത്ത രീതിയിൽ നിരന്തരം മിസൈലുകൾ വന്നിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ആക്രമിച്ചത് ഇറാൻ മാത്രമല്ല, യമന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട്.
ഇറാഖിൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന ഒരു തരത്തിലും റിപ്പോർട്ട് വരുന്നു. പിന്നീട് ഇപ്പോൾ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. ഏത് തരത്തിലാണ് ഇറാൻ ആക്രമിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇറാനിൽ നിന്ന് ഇറാഖ് വഴി സിറിയയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എന്ന തരത്തിലും ചില മിസൈലുകളൊക്കെ ജോർദാൻ വഴിയും ഇസ്രായേലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജോർദാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യോമപാതയൊക്കെ അടിച്ചിട്ടുണ്ട്, ഇറാഖ് വ്യോമപാത അടിച്ചിട്ടുണ്ട്. പക്ഷേ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി ചില ശ്രമങ്ങളൊക്കെ ജോർദാനിൽ അമേരിക്ക നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. പക്ഷേ ജോർദാനിൽ ഏതെങ്കിലും സിറിയയുടെ മിസൈലുകൾ വെടിവെച്ചിട്ട വിവരങ്ങളോ തകർന്ന വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല. ഇറാഖിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവർ കരമാർഗം ഉപയോഗിച്ച മേഖല നോക്കുന്ന സമയത്ത് ഇറാഖിൽ നിന്ന് സിറിയ വഴി ഇസ്രായേലിലേക്ക്, അതല്ലെങ്കിൽ സിറിയയിൽ വലിയ രീതിയിലുള്ള സൈനിക സാന്നിധ്യം ഇപ്പോൾ ചില മേഖലയിലൊക്കെ ഇസ്രായേലിൻ്റെ തന്നെ ഉണ്ട്. അത് ഗോലാൻ കുന്നിൻ്റെ മേഖലയിലൊക്കെ, ഗോലാൻ കുന്നിൻ്റെ 3 ഏരിയകളും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. ഓൾറെഡി ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളതും പിന്നീട് സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തതും പിന്നീട് UN സഭയുടെ നിയന്ത്രണത്തിലുള്ളത് പിടിച്ചെടുത്തതും അടക്കം 3 മേഖല സിറിയയുടെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഗോലാൻ കുന്നിൻ്റെ മേഖല ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ മേഖലയിലൂടെ ഇത്തരം മിസൈലുകൾ പറക്കുന്ന സമയത്ത് തകർക്കാൻ വേണ്ടി സാധിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ സിറിയയിൽ വെച്ച് ഏതെങ്കിലും ഇറാന്റെ മിസൈലുകൾ തകർന്നതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ മേഖലയിൽ വെച്ച് തകർക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാനിൽ ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ഏതെങ്കിലും മിസൈലുകൾ തകർത്തായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇറാൻ ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ഞങ്ങൾ പറത്തിരിക്കുന്ന മുഴുവൻ മിസൈലുകളും ലക്ഷ്യം കണ്ടുകൊണ്ട് ശത്രുപക്ഷത്തിൻ്റെ ഭൂമിയിൽ പതിക്കുകയും തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിനേക്കാൾ അപ്പുറം വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ആ രാജ്യത്തെ തന്നെ ഇളക്കി മറിക്കാൻ പാകത്തിലുള്ള അക്രമ പരമ്പര തന്നെയാണ് തങ്ങളുടെ സൈനികർ ഇസ്രായേലിന് നേരെ നടത്തിയത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിൻ്റെ നിഷേധ കാര്യങ്ങളൊന്നും ഇസ്രായേലിൻ്റെ പത്രങ്ങളിലും വീഡിയോകളൊന്നും പറഞ്ഞിട്ടില്ല. അവർ തന്നെയാണ് പുറത്തുവിട്ടത് 3 പേരുടെ മരണവും 100-ലധികം ആളുകളുടെ ഈ പരിക്കേറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും, ബിൽഡിങ്ങുകൾ തകർന്നതും, തീപിടുത്തം ഉണ്ടാകുന്നതും, തീ അണക്കാൻ സാധിക്കാത്തതും, ജനങ്ങൾ കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മറിയുന്നതും, ബങ്കറുകൾ നിറഞ്ഞു കവിയുന്നതും, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേൽ പത്രങ്ങൾ തന്നെ ഇപ്പോൾ നിരന്തരം റിപ്പോർട്ടായിട്ട് പുറത്തുവിടുകയാണ്. 1897 കിലോമീറ്ററാണ് തെഹ്റാനിൽ നിന്ന് തെല്ലവീവിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത്. അപ്പോൾ ഈ ദൂരത്ത് നിന്ന് വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ഹൈപ്പർസോണിക് എന്ന് പറയുന്ന നൂതന മിസൈൽ സംവിധാനം ഉപയോഗിച്ച് ആക്രമണം നടത്തി ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അവർ ഇത്രയും കാലം ലോകത്തോട് പറഞ്ഞിരുന്നതും ജനങ്ങളോട് പറഞ്ഞിരുന്ന കാര്യം ഇത്രയാണ്: ഏതൊരു ശത്രുപക്ഷത്തിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തേക്ക് ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനവും തങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ പ്രതിരോധ സംവിധാനം അയൺ ഡോമിനെ പോലെ അല്ലെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ എല്ലാ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അതിന് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കിയിരിക്കുന്ന പ്രതിരോധ സംവിധാനം, അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഗസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തിന്റെ ശക്തി മാത്രമേ യഥാർത്ഥത്തിൽ അയൺ ഡോമിനുള്ളൂ എന്നുള്ളതാണ്. ഹൈപ്പർസോണിക് പോലെയുള്ള അതിനൂതന ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കപ്പെടുന്ന സമയത്ത് വെറുതെ അയൺ ഡോം നോക്കി നിൽക്കുകയല്ലാതെ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല. മാത്രമല്ല, ഈ അയൺ ഡോം സംവിധാനത്തിന് ഒരേ സമയം 60 റോക്കറ്റുകളെ അല്ലെങ്കിൽ മിസൈലുകളെ മാത്രമേ പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നതിൻ്റെ രഹസ്യം ഇറാൻ ചോർത്തിയിട്ട് ഫലസ്തീന് നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതിന് മുമ്പ് തന്നെ വന്നതാണ്. അങ്ങനെയാകുന്ന സമയത്ത് ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ആദ്യം തന്നെ റോക്കറ്റുകൾ അയച്ചുകൊണ്ടേയിരിക്കും. റോക്കറ്റിന് വലിയ സാമ്പത്തിക വിഷയങ്ങളൊന്നുമില്ല, വലിയ ചെലവുകളൊന്നും ഇല്ലാത്തതാണ് റോക്കറ്റ് എന്ന് പറയുന്നത്. അത് അയച്ചുകൊണ്ടിരുന്നാൽ ചെറുതാണെങ്കിൽ പോലും അയൺ ഡോമിൻ്റെ പ്രതിരോധ സംവിധാനം അത് പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അങ്ങനെ നിരന്തരം റോക്കറ്റുകൾ അയക്കുന്നതോട് കൂടിയിട്ട് ഏറെക്കുറെ പ്രതിരോധ സംവിധാനം തകരാൻ വേണ്ടിയിട്ട് സാധ്യമാവും. അപ്പോൾ പിന്നെ ശക്തി കുറഞ്ഞിരിക്കുന്ന മിസൈൽ അയക്കുന്നു. അങ്ങനെ പ്രതിരോധം ഏറെക്കുറെ നശിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പർസോണിക് അയക്കും. ഈ ഒരു തന്ത്രമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ടെല്ലവീവിലും ജെറുസലേം നഗരത്തിലും ഇറാൻ പരീക്ഷിച്ചത്. യഥാർത്ഥത്തിൽ നേർക്കുനേർ ഹൈപ്പർസോണിക് ആക്രമണം നടത്തിയാൽ തന്നെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കും. അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അയൺ ഡോം സംവിധാനം സാധിക്കുകയില്ല എന്ന് മുമ്പ് തെളിയിച്ചതാണ്. അത് ലെബനാനിൽ നിന്നുള്ള ആക്രമണത്തോടു കൂടി അത് തെളിഞ്ഞതാണ്. പിന്നീട് അതിനുശേഷം യമനാണ് ആക്രമണം നടത്തുന്നത്. യമൻ ആക്രമണം നടത്തിയതോടുകൂടി അത് ലക്ഷ്യം കണ്ടു. അപ്പോൾ ഈ ഇസ്രായേലിലെ ബംഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ഒരു സ്ഫോടന പരമ്പര തന്നെ യഥാർത്ഥത്തിൽ
യമൻ നടത്തുന്നു. 25 മീറ്റർ താഴ്ചയിലേക്ക് ഈ എയർപോർട്ടിന്റെ ഭാഗത്തെ ഭൂമി കുഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള ശക്തമായിരിക്കുന്ന സ്ഫോടനം ആണ് അന്ന് നടന്നത്. അതോടുകൂടി ഇതിന് പ്രതിരോധ സംവിധാനം പൂർണ്ണമായിട്ട് തകരാൻ വേണ്ടി സാധിക്കും എന്നവർക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അത്തരം ശക്തമായിരിക്കുന്ന പ്രയോഗങ്ങൾ ഇറാൻ നടത്തുന്നത്. യഥാർത്ഥത്തിൽ യമനും ഈ ലെബനാനുമൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് നൽകിയിട്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചതായിരുന്നു. അതിൻ്റെ മേലെ ആധിപത്യം നേടിയിട്ട് യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.